ഹലോ, നല്ല വിശന്നിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് എണ്ണയൊക്കെ കൂട്ടി ഒന്ന് കുഴച്ചെടുക്കാം. എന്തിനാ നമുക്ക് കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ മാവിനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. നെക്സ്റ്റ് പരിപാടി എന്താ അറിയോ, ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മീഡിയം സൈസിലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ 5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ല പോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ച ആ മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് പീച്ചി കൊടുക്കാം. അതായത് നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നല്ല പോലെ പീച്ചി കൊടുക്കാം ഫുള്ളായിട്ട്. അതിന് ശേഷം നമുക്കത് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും നല്ല പോലെ തിളയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്കതൊരു പച്ചവെള്ളം, വേറൊരു ബൗളിൽ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് ആ പച്ചവെള്ളത്തിലേക്ക് നമുക്കിതിനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അത് അവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ റെഡിയാക്കി ഇളക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് വേവൊന്നും വേണ്ട, സവാള ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ബീൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ബീൻസ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വിനീഗറും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഐറ്റം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്കും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ സംഭവം എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ആയിട്ടാണെന്ന്. ഇതിലേക്ക് നമുക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറാണ്, ഉണ്ടാക്കി വെക്കാൻ മറക്കരുത്.